ANML എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ANMLൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നു. ഹായ്, ഞാൻ അരുൺ. ഞാൻ ശ്രുതി. വോയിസ് ഓഫ് യൂണിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറ്റിനറി മൾട്ടിപാരാ മോണിറ്റർ ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ മൾട്ടിപാരാ മോണിറ്റർ വരുന്നത്. നമുക്ക് ഇതിന് ഡിസ്പ്ലേ വരുന്നത് 12.1 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മെഷീന്റെ സ്റ്റാൻഡേർഡ് പാരാമീറ്റർ ECG, SpO2, NIBP, റെസ്പിറേഷൻ, ടെമ്പറേച്ചർ, പിന്നെ പൾസ് റേറ്റ്, ഹാർട്ട് റേറ്റും വരുന്നുണ്ട്. പിന്നെ ഇതിന് ഓപ്ഷണലായിട്ട് ഡുവൽ IBP വരുന്നുണ്ട്, പിന്നെ ETCO2 വരുന്നുണ്ട്. അതുപോലെ തന്നെ മെഷീന്റെ ബാക്ക് സൈഡിൽ ഇവിടെ നമുക്ക് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. മെഷീൻ എടുത്ത് നമുക്ക് ഇങ്ങോട്ടേക്കും ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അതുപോലെ തന്നെ പുറകിലായിട്ട് നമുക്ക് പവർ കോഡ് കണക്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഫ്യൂസിങ് ആക്സസറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. NIBP കപ്പ് വന്നിട്ടുണ്ട്, ഹോസ് വന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ പ്രോബ്, ECG കേബിൾ, SpO2 പ്രോബ്, ഇലക്ട്രോഡ്സ്, പവർ കോഡ്. ഇത്ര ആക്സസറീസ് ആണ് മെഷീന്റെ ഒപ്പമായിട്ട് വന്നിട്ടുള്ള സ്റ്റാൻഡേർഡ് ആക്സസറീസ്. നമുക്ക് ജസ്റ്റ് ഓരോന്നായിട്ട് നോക്കാം. കേബിൾസ് എല്ലാം നമുക്ക് ഇതിന് കണക്ട് ചെയ്യാം. ഇതാണ് ECG കേബിൾ വരുന്നത്. ഇതിൽ നോക്കുമ്പോൾ ഇവിടെയായിട്ട് ഒരു ചെറിയൊരു നോച്ച് കാണാൻ പറ്റും. ഇവിടെ അത് ഇവിടേക്ക് വരാവുന്ന രീതിയിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ കേബിൾ ഊരുമ്പോഴും പുറകിലോട്ട് വലിച്ചു ഊരിയെടുക്കണം. നമ്മളൊരു കാരണവശാലും ഇങ്ങനെ വെച്ചിട്ട് തിരിക്കരുത്, ഇങ്ങനെ തിരിച്ചെടുക്കരുത്. തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നുകൾ പൊട്ടും. അപ്പോൾ പുറകിലോട്ട് വലിച്ചെടുക്കുക. ഓക്കെ. അതുപോലെ നമ്മൾ SpO2 പ്രോബ് കണക്ട് ചെയ്യുമ്പോഴും ഇവിടെയായിട്ട് ഒരു നോച്ച് ഇവിടെ കാണാൻ പറ്റും. അത് നോക്കിയിട്ട് ഇങ്ങോട്ട് വരാവുന്ന രീതിയിലാക്കിയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതുപോലെ ടെമ്പറേച്ചർ പ്രോബ് നോക്കുമ്പോഴും അതിനും കാണാം ഇവിടെയായിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ്. ടെമ്പറേച്ചർ 1ഉം 2ഉം വരുന്നുണ്ട്. നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ഒരു സെൻസറേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഏതിലെങ്കിലും ഒന്നിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ NIBP വരുന്നത്, NIBPയുടെ രണ്ട് സൈഡും വരുന്നത് രണ്ട് ഡിഫറെൻറ്റ് കണക്ടേഴ്സാണ് വരുന്നത്. അതിലത്തെ ഈ ഒരു സൈഡ് നീളം കൂടിയ കണക്ടർ നമ്മൾ മെഷീനിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. NIBP കണക്ഷൻ വരുന്നത് ഇവിടെ ആയിട്ടാണ് വരുന്നത്, ഏറ്റവും താഴെ. ജസ്റ്റ് അത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക് ലോക്കാവും. അവിടെ ഊരാൻ വേണ്ടിയിട്ട് പുറകിലോട്ട് പുള്ളി ചെയ്തെടുക്കുക. ഓക്കെ. NIBP കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ NIBP ഹോസിൻ്റെ എൻഡിലായിട്ട് നമ്മൾ കഫ് കണക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കഫിൻ്റെ ട്യൂബ് വരുന്നത് കഫ് നന്നായി കണക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മെഷീനിൽ ഇവിടെ ഡ്യുവൽ IBPയുടെയും ETCO2ൻ്റെയും കണക്ഷൻ പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. നമുക്ക് ജസ്റ്റ് മെഷീൻ ഒന്ന് ഓണാക്കി നോക്കാം. ഇവിടെ ആയിട്ടാണ് മെയിൻ ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. അതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് NIBP സ്റ്റാർട്ടും സ്റ്റോപ്പും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് റോട്ടറി നോബ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെറ്റിങ്സ് എല്ലാം ചേഞ്ച് ചെയ്യുന്നത് ഈ നോബ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ ഇവിടെ രണ്ട് LED ഇൻഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ടും AC ഇൻഡിക്കേഷനും ബാറ്ററി ഇൻഡിക്കേഷനും ആണ്. പിന്നെ മുകളിലായിട്ട് നമുക്ക് അലാം ഇൻഡിക്കേഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെഷീൻ ഒന്ന് ഓണാക്കാം. ഓൺ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. മെഷീൻ ഓണായി വരും. ഓക്കെ. നമുക്ക് മെഷീൻ ഓൺ ആകുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയാണ് വരാം. അതുപോലെ തന്നെ മെഷീൻ്റെ എല്ലാ ആക്സസറീസും വരുന്നത് വെറ്റിനറി ആക്സസറീസ് ആണ്. SpO2 പ്രോബ് വരുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രോബാണ് വരുന്നത്. നമുക്ക് വെറ്റിനറി യൂസിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വൈ ക്ലിപ്പ്. അതുപോലെ തന്നെ നമ്മൾ ECG ഇലക്ട്രോഡ് ക്രോക്കഡൈൽ പിന്നാണ് വരുന്നത്. നമ്മൾ ടെമ്പറേച്ചർ സെൻസർ നോക്കിക്കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ടെമ്പറേച്ചർ സെൻസറാണ് മെഷീൻ്റെ ഒപ്പം വരുന്നത്. മെഷീൻ്റെ ഒപ്പം തന്നെ ഒരു NIBP കഫ് വരുന്നുണ്ട്. നമുക്കിതിൽ മുകൾ ഭാഗത്തായിട്ട് ഡേറ്റും ടൈമും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമുക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അലാം വാർണിങ്സ് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അതായത് സെൻസർ ECG ലീഡ് കണക്ട് ചെയ്തിട്ടില്ലേ, SpO2 സെൻസർ കണക്ട് ചെയ്തിട്ടില്ലേ, അതെല്ലാം ഇവിടെ എഴുതി കാണിക്കുന്നത്. ഇവിടെയായിട്ട് രണ്ട് ECG വേവ്സ് കാണുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പ്ലത്തസ്മോഗ്രാഫ് കാണുന്നുണ്ട്. ഇവിടെയായിട്ട് റെസ്പിറേഷൻ്റെ ഗ്രാഫും വരുന്നുണ്ട്. ഇപ്പുറത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ECGയുടെ നമുക്ക് ഹാർട്ട് റേറ്റ് ഇവിടെ കാണാം. തൊട്ട് താഴെയായിട്ട് നമുക്ക് NIBP, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് SpO2 പൾസ് റേറ്റും നമുക്ക് ഇതിലായിട്ട് കാണാൻ പറ്റും. ഇവിടെ റെസ്പിറേഷൻ റേറ്റ് കാണാൻ പറ്റും. ഇവിടെയായിട്ട് ടെമ്പറേച്ചർ കാണാൻ പറ്റും. ആണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് സ്ക്രീൻ വരുന്നത്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഡെമോ മോഡിലിട്ടിട്ട് കാണിച്ചു തരാം. മെഷീൻ നമ്മൾ പേഷ്യൻറ്റിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയാണ് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ. ഇതിൻ്റെ
താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സ് കാണാൻ പറ്റും. നമുക്ക് ഈ റോട്ടറി നോബ് തിരിച്ചിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ വരുന്ന സ്ക്രീൻ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്റ്റൈൽ എന്ന് എഴുതിയിട്ടുള്ള ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു സ്ക്രീൻ ഫോർമാറ്റ് വന്നു. ഓക്കെ, ഒന്നുകൂടെ നമ്മൾ അതിൽ തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു ഫോർമാറ്റ് വന്നു. ഓക്സി CRG ഫോർമാറ്റാണ്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ഫോർമാറ്റ് വന്നു. വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബിഗ് സ്ക്രീൻ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് അടുത്തൊരു ഫോർമാറ്റ്. ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഇതാണ് വരുന്നത്, സ്റ്റാൻഡേർഡ് സ്ക്രീനായിട്ട് വരുന്നത്. അതുപോലെ നമുക്ക് ആനിമൽസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. ഈ നോബ് തിരിച്ചിട്ട് ജസ്റ്റ് ആനിമൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആനിമലിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നു. അതിൻ്റെ സെക്സ്, അതേപോലെ അതിൻ്റെ സൈസ്, ആനിമൽ ടൈപ്പ്, നമുക്ക് മീഡിയം, സ്മോൾ, ലാർജ്, അതൊക്കെ നമുക്കിതിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് ന്യൂ ആനിമൽ കൊടുത്തു കഴിഞ്ഞാൽ ന്യൂ ആനിമൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ക്ലോസ് ചെയ്തു. അതുപോലെ NIVP സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിലായിട്ട്. ഇത് കൂടാതെ നമുക്ക് ഈ സ്വിച്ച് ഉപയോഗിച്ചിട്ടും NIVP നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ NIVP കഫ് എല്ലാം കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് NIVP ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ മോണിറ്റർ ചെയ്യുന്നതായിരിക്കും. നമുക്കിതിലായിട്ട് NIVP കാണാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വെറ്റിനറി മൾട്ടിപാര മോണിറ്ററിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.